ഇപ്പൊ നിങ്ങൾ സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരാളെ കാണുമ്പോൾ അവരുടെ ഒരു ബേസിക് അനാലിസിസ് ആദ്യം എടുക്കുമല്ലോ. അങ്ങനെ എടുക്കുമ്പോൾ അവര് ഫൈനാൻഷ്യലി ഹെൽത്തി ആണോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാ? 1 മണിക്കൂർ 2 മണിക്കൂർ അവരോട് സംസാരിക്കുന്നുണ്ടാവും. ഡിസ്കഷൻ മീറ്റിംഗ്സ് എടുക്കുക ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് വരുമ്പം ആ കൺട്രോളിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് മിക്കവാറും തന്നെ ആൾക്കാർ വരിക. അപ്പൊ അവിടെ എന്ത് ചെയ്യണം. ഈ ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവും മാത്രമല്ലല്ലോ, സാമ്പത്തിക ആരോഗ്യവും വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? കയ്യിലേക്ക് വരുന്നതിനെ എങ്ങനെ പുറത്തേക്ക് കളയണം അല്ലെങ്കിൽ എങ്ങനെ സ്പെൻഡ് ചെയ്ത് തീർക്കണം എന്നുള്ള ബേസിക് നോളജ് വളരെ അത്യാവശ്യമല്ലേ? ആ നോളജ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ പോഡ്കാസ്റ്റ് മൈറ്റ് ബി ഹെൽപ്ഫുൾ ഫോർ യു. കാരണം ഇന്ന് ഒരു സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ജിയോജിത് സ്റ്റെപ്സിൻ്റെ സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ ജിബിൻ. വെൽക്കം ജിബിൻ. ഞാനുണ്ടല്ലോ, എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു 70% IT പ്രൊഫഷണൽസ് ഉണ്ട്. ഇവരിലെല്ലാവരും സെയിം ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്. മിക്കവാറും എല്ലാവരും നല്ല ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്തായാലും ഏറ്റവും മിനിമം ഒരു 1 lakh സാലറി എന്ന് പറയാവുന്ന ഒരാൾക്കാർ. അങ്ങനെയുള്ള ആളുകളിൽ ഇവർക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യം, ഇവർ ഭയങ്കര ഹൈ പ്രൊഫൈൽ, അതായത് സീമിംഗ്ലി ഭയങ്കര ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ആളുകളാണ്. അത്യാവശ്യം നല്ല കാറ്, നല്ല ഫ്ലാറ്റ് അല്ലെങ്കിൽ നല്ല വീട്, ഇങ്ങനെ വെൽ സെറ്റിൽഡ് എന്ന് നമ്മൾ പറയുന്ന സൊസൈറ്റി കോൾ ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരാണ്. പക്ഷെ ഇവർ തന്നെ പറയും, ഞാൻ ഫൈനാൻഷ്യലി സൗണ്ട് ആണോ എന്ന് ചോദിച്ചാൽ സൗണ്ടാണ്, പക്ഷെ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് മിക്കവാറും തന്നെ വരുന്നത് എന്താ വെച്ചാൽ, ഇവർക്ക് ഇൻകം വരുന്നുണ്ടാവും, കുറേ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്തും പോകും. അപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ടാവില്ല. വരുന്ന ഇൻകത്തിന് ഒരു കണക്കുണ്ടാവും, സ്പെൻഡിങ്ങിന് ഒരു കണക്കുണ്ടാവില്ല. അതായത് ഈ ദേ വന്നു ദാ പോയി ആ ലൈനായിരിക്കും. അപ്പം ഇവർക്ക് കുറേ ലൈബിലിറ്റീസ് കാര്യങ്ങളുണ്ടാവും, കുറേ കുട്ടികളുടെ ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. അങ്ങനെ ഡിഫറെൻറ്റ് ചിലവുകൾ പല തരത്തിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനൊരു കണക്കില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത്. കുറച്ച് വരുന്നു, കുറേ സ്പെൻഡ് ചെയ്യുന്നു, കുറച്ച് മിച്ചം വരുന്നു, അടുത്ത മാസം വരുമ്പോൾ വീണ്ടും ആ തുക എടുത്തിട്ട് ഡെഫിസിറ്റ് ആയി വരുമ്പം ഈ കഴിഞ്ഞ മാസം മിച്ചം വന്നതിനും കൂടെ എടുത്ത് സ്പെൻഡ് ആയി, അതങ്ങനെ റോളായിട്ട് പോയി. ഓക്കെ. ഇപ്പോൾ ഈ IT പ്രൊഫഷണൽസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇവർ മിക്കവാറും എല്ലാവരും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം ജിബിന് തന്നെ ജിബിൻ്റെ കരിയറിൽ ഒരുപാട് അങ്ങനത്തെ ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ടാവല്ലോ. അവരുടെ ഭാഗത്തുനിന്ന് ബേസിക് ആയിട്ട് സംഭവിക്കാറുള്ള, ഇൻ ജനറൽ സംഭവിക്കാറുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 lakh സാലറി കിട്ടുന്ന ഒരാളാണെന്ന് വെച്ചോളൂ. അപ്പോൾ അയാൾക്ക് എന്തൊക്കെയാണ് ചിലവുകൾ വരിക? ജീവിത ചിലവുകൾ, ലിവിങ് എക്സ്പെൻസുകൾ ഉണ്ടാകാം. പിന്നെ ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം EMI ഉണ്ടാവും, കാറ് ഒബിയസ്ലി ഉണ്ടാവും, അപ്പോൾ അതിനും EMI ഉണ്ടാവും. പിന്നെ അങ്ങനെയുള്ള പല ചിലവുകൾ ഉണ്ടാവും. ഈ ചിലവുകളൊക്കെ വരുമ്പം ഇവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനൊരു ഒരു അനാലിസിസോ അല്ലെങ്കിൽ ഒരു കണക്കോ ഉണ്ടാവില്ല. ഇവർ സ്പെൻഡിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴത്തെ രീതിയിൽ രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും. രണ്ടുപേരും വർക്കിംഗ് ആകുമ്പോൾ 2 പേർക്ക് ഇൻകം വരുന്നുണ്ട്, രണ്ടുപേരുടെ രീതിയിൽ ചിലവാക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഇവർ ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവും. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ബാങ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതെ, സാലറി ഇപ്പോൾ അക്കൗണ്ട് ത്രൂ വരുന്നതുകൊണ്ട് അവിടെ കിടപ്പുണ്ടാവും. അത് അടുത്ത മാസത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്താ പറ്റുക, ഇവര് എന്തെങ്കിലും ചെറിയൊരു സാധനം വാങ്ങിക്കാം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുകയും പെട്ടെന്ന് അതങ്ങ് യൂട്ടിലൈസ് ചെയ്യുകയും അത് ലിക്വിഡേറ്റ് ആയി. പിന്നെ അത് 3ാമത്തെ മാസം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അക്കൗണ്ട് നോക്കുമ്പോൾ അക്കൗണ്ടിലില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് മന്തിലും ഇതേപോലെ ഒരു എമർജൻസിയോ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിയുമ്പം ഇവർക്ക് എല്ലാവർക്കും തന്നെ ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ പിന്നെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വലിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത മാസത്തെ ഇൻകത്തിൽ അത്രയും ഷോർട്ടേജ് ഓൾറെഡി വന്നു കഴിഞ്ഞു, അതിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടച്ചു. പിന്നെ ഇതങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് വരുവാണ്. ഓരോ മാസം കൂടും തോറും ഇങ്ങനെ പയ്യെ ഡെവലപ്പ് ചെയ്ത് വരും. ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ഒരു ക്രൈസിസിലേക്കോ അല്ലെങ്കിൽ ഒരു പോകത്തില്ല. അത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വരും. ഒരു ബഡ്ജറ്റിങ്ങിന്റെ പ്രശ്നമാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനെ എവിടെയെങ്കിലും വെച്ചൊന്ന് കൺട്രോൾ ചെയ്യണം. ആ കൺട്രോളിങ് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ പോലെ ഉള്ള കുറേ കാര്യങ്ങളിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് വരുമ്പം ആ കൺട്രോളിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് മിക്കവാറും തന്നെ ആൾക്കാർ വരിക. ഒരു സെർട്ടൺ ലെവൽ കഴിഞ്ഞ് കഴിയുമ്പം എന്താണ് എന്നുള്ള ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഇപ്പോൾ ലൈബിലിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ 3 ലൈബിലിറ്റീസ് ഓൾറെഡി ഉണ്ടെങ്കിൽ 4ാമത് ഒരെണ്ണം വരാനുള്ള പോസിബിലിറ്റി വരുമ്പോഴത്തേക്ക് ഇവർക്ക് ടെൻഷനായി തുടങ്ങും. പിന്നെ IT പ്രൊഫഷണൽസ് ആണ്, അവർക്ക് തലവേദന ഉപയോഗിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടുതൽ ടെൻഷനും കൂടെ ആയിട്ടുണ്ട്. അവിടെ തന്നെ ഓൾറെഡി ഈ ടെൻഷൻ വർക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇതും കൂടെ വന്നുമ്പോഴത്തേക്കും അവരുടെ മൊത്തത്തിലുള്ള കരിയറിനെ അത് ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളെടുത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്നുള്ള ബേസിലാണ് നമ്മുടെ അടുത്ത് വരുന്നത്.
വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരാളെ കാണുമ്പോൾ അവരുടെ ഒരു ബേസിക് അനാലിസിസ് ആദ്യം എടുക്കുമല്ലോ. അങ്ങനെ എടുക്കുമ്പോൾ അവർ ഫൈനാൻഷ്യലി ഹെൽത്തി ആണോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വളരെ നേരം സംസാരിക്കുക അവരോട് ചെയ്യുന്നത്. 1 മണിക്കൂർ 2 മണിക്കൂർ അവരോട് സംസാരിക്കുന്നുണ്ടാവും. ഡിസ്കഷൻ മീറ്റിംഗ്സ് എടുക്കുക ചെയ്യുന്നത്. ഓൺലൈനായിട്ടായിരിക്കും മീറ്റിംഗ്സ് എടുക്കുക. അപ്പം ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കും. ഇപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് സാർ ഇന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഇത് സാറിന് സൂട്ടബിൾ ആണ് അങ്ങനെ പറഞ്ഞിട്ട് അത് സെല്ല് ചെയ്യല്ല ഇവിടെ ചെയ്യുക. അവരെ കൊണ്ട് എന്താ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അവരൊന്ന് ഡിസിപ്ലിൻഡ് ആക്കുക ചെയ്യുന്നത്. ആ ഡിസിപ്ലിൻ്റെ പാർട്ടാണ് ഈ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരോട് കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ ഇവരുടെ ഒരു നേച്ചർ മനസ്സിലാവും, സ്പെൻഡിങ് ഹാബിറ്റ്സ് മനസ്സിലാവും. പ്ലാനിങ് ചെയ്യുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, ഹസ്ബൻഡിന് വേണ്ടിയിട്ടല്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഫാമിലിക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 പേരും ഉണ്ടാവും മീറ്റിങ്ങിൽ. ഇപ്പോൾ 2 പേർക്കും 2 പേരുടെയും കാര്യങ്ങൾ പറയാനുണ്ടാവും. ഒരു കൗൺസിലറെ പോലെ ആയിരിക്കും നമ്മൾ ആ സമയത്ത് ഇരിക്കുക. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പറയാനുണ്ടാവും. നമ്മളോട് 2 പേർക്കും സംശയങ്ങൾ ചോദിക്കാനുണ്ടാവും. ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യും. ഇത് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, എവിടെയാണ് ഇവരുടെ വീക്ക് പോയിന്റ്സ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ കുറേ പേരെ സ്റ്റോറി കേൾക്കുന്നതുകൊണ്ട് വീക്ക് പോയിന്റ്സ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതനുസരിച്ച് പിന്നെ നമ്മൾ അതിനെ ഇവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇവരോട് എടുക്കാനുള്ള സൊല്യൂഷൻ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടാകാം. പക്ഷേ അനലൈസ് ചെയ്തെങ്കിലേ അതിനൊരു സൊല്യൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ IT-കാരുടെ കേസ് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം, ബാക്കി ഏതൊരു ജോബിനെയും വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ ഇവർക്ക് അത്യാവശ്യം നല്ല ശമ്പളം കിട്ടുക. ഈ വരുന്ന കാശ് ശരിക്കും അങ്ങനെ റേഞ്ചസിൽ ഇത് എന്ത് ചെയ്യണം എന്ന് അറിയായികയുണ്ട്. ഇപ്പം ജിബിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ശമ്പളം അത് എത്രയായിക്കോട്ടെ, അതിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യാന്ന് പറയില്ല ഓരോ സാധനങ്ങൾ, അത് സ്പെൻഡ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിലേക്കായിരിക്കണം? മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താ വെച്ചാൽ കരിയറിൻ്റെ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുക, പറഞ്ഞ പോലെ സാലറിയിൽ നല്ല ഹൈ പെയ്ഡ് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്, ചിലപ്പോൾ ലോ പെയ്ഡ് ആയിരിക്കാം. ഇവിടെ സാലറിയുടെ അളവ് അല്ലെങ്കിൽ എത്ര എമൗണ്ട് കിട്ടിയെന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാന കാര്യം, അതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം 1 lakh സാലറി ഉണ്ട്. ഓക്കെ, 1 lakh സാലറി ഉള്ള ആളുടെ സേവിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുള്ള സേവിങ്സ് ചിലപ്പോൾ 20,000 വല്ലതും ആയിരിക്കാം. ഈ 50,000 60,000 കിട്ടുന്ന ആൾക്കും ഉണ്ടാവും ഈ 20,000 സേവിങ്സ്. അതായത് ഇപ്പോൾ ഇവർ വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകളുടെ വ്യത്യാസമാണ്, അല്ലെ, ലിവിങ് ലൈഫ് സ്റ്റൈല് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരാൾ സെയിം പ്രോഡക്റ്റ് തന്നെ 2 പേര് മേടിക്കുന്നത് നമുക്ക് തന്നെ അറിയാം. ഒരാൾ ബ്രാൻഡഡ് മേടിക്കുന്നത്, ഒരാൾ കുറച്ചുകൂടെ ബ്രാൻഡ് അല്ലെങ്കിൽ കോസ്റ്റ് കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അത് അവരുടെ അഫോർഡബിലിറ്റി അനുസരിച്ച് വ്യത്യാസം അനുസരിച്ച് ഇവർ സേവ് ചെയ്യുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ ഇവർക്ക് വരുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പറ്റുന്നത് എന്താ വെച്ചാൽ ഇവർ കുറേ ഫസ്റ്റ് ഓഫ് ഓൾ ഐഫോൺ ഒരെണ്ണം വാങ്ങിക്കും, വാങ്ങിക്കും. വാങ്ങിക്കേണ്ടെന്നല്ല പറയുന്നത്, വാങ്ങിക്കേണ്ട സാധനങ്ങൾ തന്നെയാണ്. എസ്പെഷ്യലി ഇവർ ടെക്നോളജി ബേസ്ഡ് ആയതുകൊണ്ട് കൂടുതൽ സ്പെസിഫിക്കേഷൻസ് ഉള്ള കാര്യങ്ങൾ മേടിച്ച് അവർക്കത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് അത് ചെയ്യേണ്ടതാണ്. അത് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ലോണ് EMI 0 കോസ്റ്റ് EMI ആണെങ്കിൽ പിന്നെ പരിധിവരെ നമുക്ക് അഫോർഡബിൾ ആണെന്ന് പറയാം. പക്ഷേ ചുമ്മാ EMI എടുക്കുക, പേഴ്സണൽ ലോൺസ് എടുക്കുക, ഇതാണ് പലപ്പോഴും സംഭവിക്കുക. നമുക്ക് അവൈലബിലിറ്റി ഉണ്ടാവും പേഴ്സണൽ ലോണ്, അപ്പോൾ അതനുസരിച്ച് വീണ്ടും എന്താണ് ലോണുകൾ എടുക്കുക. അത് അൺകൺട്രോൾ ആയിപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് അവിടെയാണ് പ്രശ്നം വരിക. അപ്പോൾ മിക്കവാറും തന്നെ ലൈബിലിറ്റിയിലേക്കാണ് പോവുക ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പം. പിന്നെ സ്പെൻഡിങ് വരിക, പിന്നെ യാത്രകൾ പോവുക. ഇവർക്കൊരു ബഡ്ജറ്റിംഗ് ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും പറ്റുക. നമ്മൾ സ്പെൻഡ് ചെയ്ത് പോവുകയാണ്. ഇവിടെ എവിടെയാണ് നിർത്തേണ്ടത് എന്നുള്ള ഒരു കാര്യം പലപ്പോഴും ഒരു ബൗണ്ടറി മനസ്സിലാവുന്നുണ്ടാവും. മനസ്സിലായി. ഓക്കെ, ഇപ്പം നമ്മൾ ഈ സേവിങ്സിൻ്റെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന 2 വാക്കുകളാണ്, ഒന്ന് ബഡ്ജറ്റിങ്ങും ഒന്ന് ഡിസിപ്ലിൻഡ് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണ്? ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ തന്നെ വരുന്നത് എന്താ, ഇൻകം ആണ് വരുന്നത്, ഇത് സ്പെൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് ബഡ്ജറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ എന്ത് പറ്റും, നമുക്ക് ഇത് എവിടെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ലിവിങ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഇത്ര വേണ്ടി വരും. ഓക്കെ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ ചുമ്മാ ഒരു ഫിഗർ നമ്മൾ മനസ്സിൽ കൂട്ടി എഴുതുകയല്ല ചെയ്യേണ്ടത്. നമ്മളൊന്ന് എഴുതി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എത്ര വരും എന്നുള്ളത്. അത് തന്നെ നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ ചെയ്യുക. ഇവരെ കൊണ്ട് തന്നെ നമ്മൾ ആ കോസ്റ്റ് എക്സ്പെൻസ് എത്രയാണെന്ന് നമ്മൾ പല ക്ലയൻറ്റും ചിലപ്പോൾ ചെയ്തു വന്നു കഴിയുമ്പോൾ ഡെഫിസിറ്റ് ആയിരിക്കും. ഇത് അവരൊക്കെ അറിയത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ IT ഒരു കാര്യമുള്ള ബോണസ് ഉണ്ടാവും, ഇൻസെൻറ്റീവ് ഉണ്ടാവും. അത് ഇയർ എൻഡിലായിരിക്കും കിട്ടുന്നത്.
ഇവരെ റെഗുലർ ഇൻകവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഒരു സെറ്റ് ഓഫ് അതൊരു സെറ്റ് ഓഫ് ആയിട്ടൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ഇയർലി ഉള്ള പേയ്മെൻറ്റുകളൊക്കെ അതിനകത്തൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോകും. പക്ഷേ ആക്ച്വലി ഇതിനെ ഈ മന്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ശരിക്കും ഡെഫിസിറ്റിലായിരിക്കും ഇവരുടെ കാര്യങ്ങൾ പോവുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റിലെ ബഡ്ജറ്റിങ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ബഡ്ജറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് എത്ര സർപ്ലസ് ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഒരു 30,000 സർപ്ലസ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഉണ്ടായി. ഓക്കെ, അത് ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് ലെവലിൽ. അത് ചുമ്മാ ബാങ്കിൽ ഇട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് മന്തിൽ അല്ലെങ്കിൽ ഒരു കാര്യം വരുന്ന കഴിയുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കും. അപ്പോൾ അതാണ് ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യനുള്ള ആൻസർ. ശരിക്കും പുറകോട്ട് തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ ഒന്നുമില്ല. പക്ഷെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, ഫിനാൻഷ്യൽ സൗണ്ട് ആണെന്ന് വെച്ചാൽ അതെന്ന് ഇവർക്ക് ഒരു ഫീൽ ഉണ്ടാവും. കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ഉണ്ട്. എവിടെയാണ് റിട്ടയർമെൻറ്റ് വരുമ്പോൾ ഇതിനൊരു എൻഡ് ഉണ്ട്. അത് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ തുടക്കക്കാർ ചെയ്യേണ്ടത് റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് സേവ് ചെയ്ത് തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അതാ ഞാൻ ചോദിച്ചത്, അതിൻ്റെ ഒരു ബേസിക് സ്റ്റെപ്പ് ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഞാൻ പറയുന്ന ഇപ്പോൾ 40 രൂപ ഒരു ബിഗിനർ ആണെന്ന് വിചാരിക്കും, IT-യിലുള്ള ഒരു 40 രൂപയൊക്കെ കിട്ടുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അയാളുടെ ഈ 40 രൂപ ഒരു പെർസെൻറ്റേജ് കണക്ക് നമ്മൾ പറയില്ല. ഇപ്പോൾ അയാളുടെ ലൈഫിൽ എന്തായാലും അയാളുടെ പൈസ സ്പെൻഡ് ചെയ്യേണ്ട കുറച്ച് മസ്റ്റ്, അയാളുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അനാവശ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് അത് കൂടാണ്ട് പുറമേ വരുന്ന സാധനങ്ങളുണ്ട്. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടാവും, ടേം ഇൻഷുറൻസ് ഉണ്ടാവും, ഇപ്പോൾ ചിലപ്പോൾ ക്യാൻസർ കെയർ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അയാളുടെ പൈസ മസ്റ്റായിട്ടും അയാൾ സ്പെൻഡ് ചെയ്യേണ്ട കുറച്ച് സ്ഥലങ്ങൾ, കുറച്ച് ഏരിയാസ് പറഞ്ഞാൽ ഏതൊക്കെയാണ് പറയാം? ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം ബിഗിനിങ്ങിലാണെങ്കിൽ വേറെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഇപ്പം സാധാരണ ഉണ്ടാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ബിഗിനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അത് പലപ്പോഴും സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട്. പക്ഷേ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതവിടെയാണ്. അപ്പോൾ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടി ഒരു എമൗണ്ട് കിട്ടി, ഫസ്റ്റിൽ തന്നെ ഒരു തുക ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടിപ്പിക്കലി നിങ്ങൾ എത്ര % ആണ് പറയുക? അതായത് ഒരാളുടെ സാലറിയുടെ അലോക്കേഷൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആ അലോക്കേഷൻ ഒരിക്കലും അത് നമ്മൾ മിനിമം ആണ്. നിങ്ങൾക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾ ഓക്കെ സേ ഫോർ എക്സാമ്പിൾ റൂളായിട്ട് 10% എങ്കിലും സേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40,000 കിട്ടുക 4,000 രൂപ സേവ് ചെയ്ത് വെച്ചു. ഓക്കെ, 4, 8 2 മാസം കൊണ്ട് 8,000 രൂപ ചെയ്തു എന്ന് വെച്ചു. അതുകൊണ്ട് എന്ത് ആകാനാന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. പണ്ടത്തെ ഒരു റൂളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. പണ്ടൊരു 1,000 റുപ്പീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കടയിലേക്ക് ചെന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മേടിക്കാനോ വേണം. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു 5,000 ഉണ്ടെങ്കിൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് ഒരു പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ നമുക്ക് ഉണ്ടാകുന്ന റിക്വയർമെൻറ്റുകളൊക്കെ വരാൻ സാധ്യതയുള്ളത് നമുക്കൊരു അനാലിസിസ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇത് നമുക്ക് എന്താണ് നമ്മുടെ റിക്വയർമെൻറ്റ്, നമ്മളെ കൊണ്ട് എന്താണോ പറ്റുന്നത്, നമ്മുടെ ഭാവി ആവശ്യങ്ങൾ എന്താണോ അത് നോക്കിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ കാര്യം. ഒരു പെർസെൻറ്റേജിലായിട്ട് അതിലേക്ക് ഒതുക്കേണ്ട ഒരു കാര്യം ആവശ്യം ഇത് തന്നെയില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തായാലും ഇൻഷുറൻസുകൾ വേണ്ടി വരും. ഓക്കെ, ഒരു ടേം ഇൻഷുറൻസിനേക്കാളും കൂടുതലായിട്ട് ഇവർക്ക് മിക്കവാറും വേണ്ടി ഡിപ്പെൻഡൻസ് ഉണ്ടാവില്ല എന്നുള്ള ബേസിലാണ് ടേം ഇൻഷുറൻസ് വേണ്ടത്. നമ്മൾ ഡിപ്പെൻഡൻസ് ഒക്കെ വരുമ്പോഴാണ് ടേം ഇൻഷുറൻസ് അങ്ങനെയുള്ള ഇതിലേക്ക് വരുന്നത്. ദെൻ ഒബ്വിയസ്ലി ഇവർക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവണം, കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതങ്ങനെയാണെങ്കിൽ അത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അഡീഷണൽ എടുക്കണമെന്ന് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ പറയുന്നില്ല. പക്ഷേ അത് ഗ്രോയിങ് ഫോർവേഡ് അതും വേണ്ടി വന്നേക്കാം. നമ്മൾ ജോബ് ക്വിറ്റ് ചെയ്യുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്നൊക്കെ എന്തായാലും ഒരു ഹെൽത്ത് കവർ ആ സമയത്തേക്ക് എന്തായാലും വേണ്ടി വരും. അപ്പം പിന്നെ ഉള്ളതാണ് നമുക്കൊരു എമർജൻസി ഫണ്ട്. ഓക്കെ, ഇവരുടെ ഒരു ഇൻകം വന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻകം ഫ്ലോ ഉണ്ട്, കരിയറിൻ്റെ തുടക്കമാണ്. നമ്മൾ ചിലപ്പോൾ ഒരു കുറച്ച് നാൾ കഴിയുമ്പം കരിയർ മറ്റൊരു തലത്തിലേക്ക് മാറ്റാനായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബ്രേക്കൊക്കെ വന്നേക്കാം ഇതിൻ്റെ ഇടയ്ക്ക്. അതല്ലാതെയും ചിലപ്പോൾ ബ്രേക്കുകൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ പീരീഡ് കവർ ചെയ്യാനുള്ള ഒരു എമർജൻസി ഫണ്ട് ഇവരുടെ അടുത്തുണ്ടാകണം. അതല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇൻകത്തിൻ്റെ ബേസിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ EMIസോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകാം. അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കരിയർ ബ്രേക്ക് വന്നെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ആരും പേവ് ചെയ്ത് തരാം, അതിന് ബ്രേക്ക് ഉണ്ടാവില്ല. അത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട കാര്യമാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള കാര്യങ്ങൾ അന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമ്മുടെ സിബിൽ അങ്ങനെയുള്ള പിന്നീട് തുടർന്നുള്ള ലോണുകൾ എടുക്കാനുള്ള നമുക്കുള്ള പോസിബിലിറ്റി എലിജിബിലിറ്റി എല്ലാം ബാധിക്കും. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകുക. പിന്നെ ലിവിങ് എക്സ്പെൻസ് അവരുടെ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഒരു തുക ഇവരുടെ അടുത്ത് എമർജൻസി ഫണ്ട് ആയിട്ടുണ്ടാകും. ഐഡിയലി പറഞ്ഞിട്ടുണ്ട് 3 to 6 മന്തിനുള്ള ഒരു എമൗണ്ട് ഇവരുടെ അടുത്ത് 3 to 6 മന്ത്സിലേക്ക് ഒരാളുടെ ലിവിങ് എക്സ്പെൻസ് പ്ലസ് ലയബിലിറ്റി
ഫീസ് പേ ചെയ്യാനുള്ള EMIs പേ ചെയ്യാനുള്ള ഇത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മിച്ചം പിടിക്കാനുണ്ടെങ്കിലാണല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കത്തുള്ളൂ. അപ്പോൾ അവിടെ അതിന് വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല. പക്ഷേ ലൈബിലിറ്റി ആൻഡ് ലിവിങ് എക്സ്പെൻസിനുള്ള ഓക്കെ. ഈ നമ്മൾ യങ്സ്റ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ മിക്കവാറും എല്ലാ യങ്സ്റ്റേഴ്സും പറയുന്നത് ക്രെഡിറ്റ് കാർഡ് വരുന്നു, നമ്മളത് ഉപയോഗിക്കുന്നു, അതിൻ്റെ ബില്ല് പേ ചെയ്യാനുള്ളത് സാലറി വരുന്നു, അതിൻ്റെ ബില്ല് പേ ചെയ്യുന്നു, വീണ്ടും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നു. ഇതൊരു സൈക്കിളാണ്. ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തെക്കുറിച്ച് ആസ് എ ഫൈനാൻഷ്യൽ പ്ലാനർ എന്താണ് അഭിപ്രായം? ക്രെഡിറ്റ് കാർഡ് എന്നൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് കറക്റ്റായിട്ട് വയസ്സായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ അതിനകത്ത് മേടിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തിനാണ് ഓഫറിൻ്റെ പുറകെ പോകുന്നത്? അത് ആ ഓഫർ കിട്ടി നമ്മൾ അത്രയും വില ചീപ്പായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. ഇത് തന്നെ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ഓൺലൈൻ പർച്ചേസിംഗ് ആണ് എല്ലാവരും തന്നെ കൂടുതൽ ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡുകളാണ് അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്, ഓഫേഴ്സ് അവൈലബിൾ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്രെഡിറ്റ് കാർഡ് നമുക്ക് വയസ്സായിട്ട് യൂസ് ചെയ്യാം. ദെൻ എന്താണ് റിവാർഡ് പോയിൻറ്റ്സ് ഉണ്ടാവും. റിവാർഡ് പോയിൻറ്റ്സ് മിനിമം ഒരു 10,000 നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 10,000 റുപ്പീസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള റിവാർഡ് പോയിൻറ്റ്സ് എന്തായാലും ഒരു ഏജ് ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞ ബഡ്ജറ്റിങ്, ആ ബഡ്ജറ്റിനുള്ളിൽ ഇട്ടിട്ട് വേണം ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ കളിയും കളിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്തോളൂ. പക്ഷേ ബഡ്ജറ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന 20,000 40,000 അതിന് എബവ് ആയിട്ട് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസേജ് പോകാൻ പാടില്ല. കാരണം ആ എമൗണ്ട് ഉപയോഗിച്ചായിരിക്കണം ആ മാസത്തെ ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കാൻ കടം മേടിക്കേണ്ട അവസ്ഥയിലേക്ക് പോകരുത്. അപ്പോൾ അടുത്ത മാസത്തെ കടം മേടിക്കുകയല്ല ചെയ്യുന്നവർ, അടുത്ത മാസത്തെ എടുത്തിട്ട് ഈ മാസത്തെ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കും. അടുത്ത മാസം സ്പെൻഡ് ചെയ്യേണ്ട തുക ഈ മാസത്തേൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലേക്ക് യൂസ് ചെയ്ത് തീർക്കുക ചെയ്യുക. അപ്പോൾ നമ്മുടെ സാലറി വരാനിരിക്കുന്ന സാലറിയും കൂടെ ഇവിടെ തീർന്നു പോകും. മനസ്സിലായി. ഈ ക്രെഡിറ്റ് കാർഡ് വയസ്സായിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞില്ലേ, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ, അതായത് ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ച് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ പറയാ? EMIs ആണ് മെയിൻ പ്രോബ്ലം വരിക. അതായത് ക്രെഡിറ്റ് കാർഡിലുള്ള എമൗണ്ട് EMI ആക്കുക വെക്കുക. അതല്ലെങ്കിൽ EMIയിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് EMI പർച്ചേസ് ചെയ്യുക. സീറോ കോസ്റ്റ് EMI എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മേടിക്കാം എന്നുള്ളതല്ലാതെ നമ്മൾ ഈ ബഡ്ജറ്റ് ചെയ്ത ആ എമൗണ്ടിനേക്കാളും മുകളിൽ പർച്ചേസിങ് നടത്തുക. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ നമുക്ക് ഇനി വരാനിരിക്കുന്ന ഇൻകം കൂടെ നമ്മൾ ഇവിടുന്ന് ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇപ്പോൾ നമ്മൾ വലിയൊരു ഫിഗർ നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ യൂസ് ചെയ്തെങ്കിൽ ഒരു 4-5 മാസം കഴിയുമ്പോൾ നമുക്കൊരു ആക്സിഡൻറ്റ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, നമുക്കൊരു കുറച്ച് നല്ലൊരു സ്പെൻഡിങ് എമർജൻസി വന്നു, നല്ലൊരു സ്പെൻഡിങ് നമ്മുടെ കയ്യിൽ നിന്നും കൂടെ എടുക്കേണ്ട, നമ്മുടെ പോക്കറ്റിൽ നിന്നും കൂടെ ചെയ്യേണ്ട ഒരു കാര്യം വരുമ്പോഴത്തേക്കും എഗെയിൻ നമ്മളൊരു മറ്റൊരു ലൈബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും സംഭവിക്കുന്നില്ലെന്നുള്ളതാണ്. ഒരു 60,000 1 lakh ഉള്ള ആൾക്ക് എന്തായാലും ഒരു 2 lakh മിനിമം 2 lakhൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടാവും, കാർഡ് ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ അത് 2 lakh ലിമിറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യുകയാണ്. പിന്നെ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് മറ്റൊരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. പിന്നെ മിനിമം പേയ്മെൻറ്റ് അടയ്ക്കുക. അതിനകത്ത് മിനിമം ഒരു എമൗണ്ട് കാണിക്കുന്നുണ്ട്. അതെ, മിനിമം ഡ്യൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും. ആ ഡ്യൂ എമൗണ്ട് മാത്രം അടച്ചു പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സംഭവം ഞാൻ പറയാം. എന്താ ഒരു എക്സാമ്പിളായിട്ട് നടന്ന ഒരു വ്യക്തിയുടെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാം. മിനിമം ഡ്യൂ അടച്ചുകൊണ്ടിരുന്ന ആൾ ഈ കോവിഡിൻ്റെ സമയത്ത് പറ്റിയത് സാലറി ബ്ലോക്കായി കഴിഞ്ഞപ്പോൾ മിനിമം ഡ്യൂ അടയ്ക്കാൻ അല്ല ഫുൾ എമൗണ്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഇയാൾക്ക് ഫണ്ട് ഉണ്ടാകാതെ വന്നപ്പോൾ എഗെയിൻ ഇത് ബ്ലോക്കായി, മൊത്തത്തിൽ സിബിൽ സ്കോറിനെ ബാധിച്ചു. അത് പിന്നീട് ഈവൻ കോവിഡ് കഴിഞ്ഞ് കാര്യങ്ങൾ മെച്ചപ്പെട്ട് വന്ന സമയത്തും ഇയാൾക്ക് ലോൺ കിട്ടില്ല. കാരണം എന്താ? ഓൾറെഡി ഇയാളെ മൊത്തം ഡിഫാൾട്ടായി പോയി. അപ്പോൾ അങ്ങനെയുള്ള ഡ്യൂ എമൗണ്ട് ചെയ്ത് പോകുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൺട്രോൾ ഉണ്ടാവില്ല ആ ഒരു കാര്യത്തിൽ, ആ ലോണ്. പിന്നെ ആ ലോൺ അടയ്ക്കാൻ വേണ്ടി നമ്മളൊരു പേഴ്സണൽ ലോൺ എടുക്കേണ്ടി വരും. പിന്നെ ആ പേഴ്സണൽ ലോണിൻ്റെ EMI നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ എന്താ വെച്ചാൽ ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു തുക നമ്മൾ വെറുതെ പലിശ കൊടുത്ത് തീർക്കുകയാണ്. ഇൻട്രസ്റ്റ്, ഈ ലൈബിലിറ്റിയുടെ ഇൻട്രസ്റ്റ് കൊടുത്ത് തീർക്കാനേ ഉണ്ടാവും. അങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴത്തേക്കാണ് ഇവർക്ക് പിന്നീടും വേണ്ട ആവശ്യം വരുമ്പം വീണ്ടും ലോണ്. അങ്ങനെ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് പറയുന്നത് ലൈബിലിറ്റി എന്ന് പറയുന്നത്. ഓഹരി വിപണിയിലെ നിക്ഷേപം വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി വായിച്ചു ഉറപ്പുവരുത്തേണ്ടതാണ്.